നേരിമംഗലം വില്ലാഞ്ചിറയിൽ ദേശീയപാതയോരത്ത് വനത്തിൽ നിന്നിരുന്ന ഉണങ്ങിയ മരം റോഡിലേക്ക് കടപുഴകി വീണ് പിക്കപ്പ് വാൻ തകർന്നു. ഇന്ന് രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. കോതമംഗലം മടിവാട് നിന്നും കട്ടപ്പനയിലേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനിന് മുമ്പിലേക്ക് മലമുകളിൽ നിന്നിരുന്ന ഉണങ്ങിയ മരം ഊർന്നിറങ്ങി വീഴുകയായിരുന്നു. മരം വീണാഘാതത്തിൽ പിക്കപ്പ് വാന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. വാഹനത്തിലുണ്ടായിരുന്നവർ വലിയ പരിക്കുകളൊന്നുമില്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാഹനത്തിന് വലിയ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിലാണ് വാഹനത്തിലുണ്ടായിരുന്നവർ. കോതമംഗലം ഭാഗത്തുനിന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിക്ക് അപ്രതീക്ഷിതമായിട്ടായി മരം വീണേ. 2 പീസായിട്ടാ വന്ന് വീണേ. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. വണ്ടിക്ക് കുറച്ച് പരിക്കേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ തന്നെ ഒരു 6 കിലോമീറ്റർ അപ്പുറത്ത് ഇതുപോലെ തന്നെ രാത്രി ഒരു 3 വണ്ടി ഫ്രണ്ടിലാണ് മരം വീണ് കിടന്നത്. അത് ഒരു 2 മണിക്കൂർ നിന്ന് വെട്ടി മാറ്റി പോയായിരുന്നു. ഇന്ന് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ. ഇത് സ്ഥിരം മഴക്കാലമായ സ്ഥിരം സംഭവം. നമ്മളൊക്കെ ഡെയിലി ഇതിലെ ആഴ്ച 3-4 ട്രിപ്പ് രാവില്ലാതെ ഓടുന്നതായി വഴി. മഴക്കാലമായ ഇന്നും മഴയൊന്നുമില്ല, എന്നിട്ട് അപ്രതീക്ഷിതമായിട്ട് വീണ സംഭവമാണ്. ഈ വഴിച്ചെടി നിൽക്കുന്ന ഈ ഉണങ്ങിയ മരങ്ങൾ വെട്ടിമാറ്റി നമ്മളെപ്പോലുള്ള ചെറുകിട കച്ചവടക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നത്. കച്ചവടക്കാരും ടൂറിസ്റ്റുകളും എല്ലാവരും വരുന്ന ഇതിപ്പോ ഈ വണ്ടിയായിട്ട് ഇത്രേ സംഭവിച്ചുള്ളൂ. അല്ല കാറ് ഇതൊക്കെ ആണെങ്കിൽ ഇതിന് വലിയ അപകടം ഉണ്ടായിരുന്നു. നേരത്തെ ഇതേ സ്ഥലത്ത് കാറിന് മുകളിലേക്ക് മരം മറിഞ്ഞു വീണ് ഒരാൾ മരണപ്പെട്ടിരുന്നു. റോഡിന്റെ വശങ്ങളിൽ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ജനങ്ങളുടെ ജീവൻ വെച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പന്താടുകയാണെന്നും വില്ലാഞ്ചിറ മേഖലയിലെ അപകടങ്ങൾക്ക് അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകുമെന്നും മുൻ കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ പറഞ്ഞു. ഈ സ്ഥലത്ത് തന്നെ 2 വർഷം മുമ്പ് ഇതുപോലെ ഒരു മരം മറിഞ്ഞു ചാടി ഒരാൾ മരണപ്പെട്ട അതേ സ്ഥലത്ത് തന്നെയാണ് മറ്റൊരു മരം കൂടി ഇപ്പോൾ റോഡിലേക്ക് പതിച്ചിരിക്കുന്നത്. നിരവധി വട്ടം അധികാരികളുടെ അടുത്ത് ഈ റോഡിലൂടെ നിരവധി വാഹനങ്ങൾ, ടൂറിസ്റ്റുകളടക്കം ആയിരക്കണക്കിന് വാഹനങ്ങൾ ഒരു ദിവസം കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട NH റോഡാണ്. നിരവധിയായി വനംവകുപ്പിന്റെ അടുത്ത് ഈ സൈഡിൽ നിൽക്കുന്ന മരങ്ങളെല്ലാം മുറിച്ചു മാറ്റി അപകടസ്ഥിതി ഒഴിവാക്കണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുവരെയും അത് ഒന്ന് ക്ലിയറായി ചെയ്തിട്ടില്ല. നിരവധി മരങ്ങൾ ഇനിയും അപകടസ്ഥിതിയിൽ ഇവിടെ നിൽക്കുകയാണ്. ഏത് നിമിഷവും റോഡിലേക്ക് പതിക്കാവുന്ന തരത്തിൽ മരങ്ങൾ നിൽക്കുകയാണ്. ഈ പ്രതികൂല കാലാവസ്ഥ വരുമ്പോൾ ഇതിന്റെ വേരൊക്കെ അറ്റു നിൽക്കുന്ന മരങ്ങളെല്ലാം മറിഞ്ഞ് റോഡിലേക്ക് ചാടുകയാണ്. ഇതുപോലെ മനുഷ്യന്റെ ജീവൻ വെച്ച് പന്താടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഈ തലക്കോട് ആലിഞ്ചൂട് മുതൽ കരിമണൽ വരെ, അതുപോലെ തന്നെ നേരിമംഗലം വരെയുള്ള ഭാഗത്ത് നിലവിലുള്ളത്. ഇത് ശക്തമായ വനംവകുപ്പിന്റെ അനാസ്ഥയാണ്. ജനങ്ങൾ ഈ വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭവുമായി നാളെ റോഡിലിറങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണെടുത്ത സ്ഥലങ്ങളിൽ നിരവധി മരങ്ങളാണ് അപകടാവസ്ഥയിൽ നിൽക്കുന്നത്. മരങ്ങൾ എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റി പ്രദേശത്തെ അപകടാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെട്ടു. കണ്ടമാനം മരങ്ങൾ ഈ റോഡ് സൈഡിൽ ഉണങ്ങി നിൽക്കുന്നു. ഇപ്പൊ ഈ മണ്ണെടുത്ത് മാറ്റിയതിലൂടെ, സൈഡിലത്തെ മണ്ണെടുത്ത് മാറ്റിയതിലൂടെ വേര് ദ്രവിച്ചിരിക്കുന്ന മരങ്ങളുണ്ട്. അത് വെട്ടിമാറ്റി മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം സർക്കാർ നൽകണം. അതായത് ഇതേ രീതിയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ട് ഈ മരങ്ങൾ നീക്കം ചെയ്യണം. അത്യാവശ്യമായിട്ട്, വളരെ അത്യാവശ്യമായിട്ട് നാട്ടുകാർ ആവശ്യം. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് വലിയ ഗതാഗത തടസ്സമാണ് ഉണ്ടായത്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് റോഡിലേക്ക് വീണ മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഊന്നുകൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ലൈഫ് മലയാളം, നേരിമംഗലം.
അപകടത്തെ തുടർന്ന് പ്രദേശത്ത് വലിയ ഗതാഗത തടസ്സമാണ് ഉണ്ടായത്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് റോഡിലേക്ക് വീണ മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഊന്നുകൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ലൈഫ് മലയാളം, നേരിമംഗലം.